എവിടെ പോവാ? മൂസിയുടെ വീട്ടിലാണോ പോണേ? എവിടെ പോണേന്ന് പറ. ചായ പറ. മൂസിയുടെ ആണോ പോണ? അല്ല, പിന്നെ ആരുടെയാ? സുമി ആരാ? ആരുടെ ഫ്രണ്ട്? ആരുടെ? സായയുടെ ആരാ? സായയുടെ ആരാ? സുമി ഫ്രണ്ടാണോ? എന്തിനാ നമ്മള് പോണ? എന്ത് കാണാൻ? വെള്ളം കമത്ത് ക്രിസ്മസ് അപ്പൂപ്പനെ കാണാനാ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സായ പറഞ്ഞ പോലെ തന്നെ സുമി ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. ഇന്ന് സുമി ചേച്ചിയുടെ പാലുകാച്ചാണ്. പാലുകാച്ച് ആക്ച്വലി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിരുന്നു. ഇന്നാണ് ഹൗസ് വാമിങ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് പോകുന്നത് അങ്ങോട്ടേക്കാണ്. ഇതാണ് ഈ സുമി ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ എത്തിയിട്ടാണ്. ഇതാണ് പുതിയ വീട്. ഞങ്ങൾ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു 12:45 1 മണിയൊക്കെ ആയി. അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ വണ്ടിയിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി. ഞാനും സായിയും ജില്ലുവും കിച്ചുമൊക്കെ കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു ഇത്തിരി മുമ്പോട്ട് നടക്കണം കേട്ടോ. കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങളിങ്ങ് മാറ്റിയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ സുമി ചേച്ചിയുടെ സ്വപ്ന ഭവനം, സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ നമുക്ക് പറയാം. സുമി ചേച്ചി ഫ്രണ്ടിൽ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് റെഡിയായിട്ട് സുന്ദരി മണിയായിട്ട് നിൽക്കണ്ടേ. സായക്കുമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ സ്നേഹപ്രകടനമാണ് കേട്ടോ. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു നമുക്ക് കാണുമ്പോഴത്തേക്കിനും. സിൻസിയുടെ സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. അനീഷേട്ടൻ സുമി ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന ആളാണ് സുമി ചേച്ചിയുടെ മൂത്ത മോൻ അനീഷേട്ടൻ. ഞങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ആരോടും അധികം സംസാരിക്കാൻ നിൽക്കാതെ വീട് കാണൽ ചടങ്ങിലേക്ക് കയറിയേക്കുവാണ്. വീടൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അനീഷേട്ടൻ അങ്ങോട്ട് പോയി. ഞങ്ങൾ പിന്നെയും കുറച്ച് നേരമൊക്കെ കത്തിയടിച്ച് നിന്ന് പിന്നെ ഞങ്ങൾ കയറി വീടിൻ്റെ അകമൊക്കെ കണ്ട്. അതിനുശേഷം ഞങ്ങളിത് മുകളിൽ വന്ന് ടെറസിൻ്റെ പൊക്കത്ത് നിൽക്കുകയാണ് കുറച്ച് നേരം. നമ്മുടെ മറ്റ് ഗ്യാങ്ങൊന്നും എത്തിയിട്ടില്ല. പിന്നെ സുമി ചേച്ചി ഇവിടെ, സുമി ചേച്ചിയുടെ ഫ്രണ്ടാണ് അത്, ഡിലീസ് ചേച്ചി ശരിക്കും എൻ്റെ സുമി ചേച്ചിയുടെ ഒരു കോമൺ ഫ്രണ്ടാണ് കേട്ടോ. ഇപ്പോൾ സുമി ചേച്ചി വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത് ഡിലീസ് ചേച്ചീനെ. അപ്പോൾ ചേച്ചിയായിട്ട് എന്തൊക്കെയോ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഞാനും സിൻസിയും കിച്ചുമൊക്കെ ഇപ്പുറത്ത് നിന്ന് സംസാരിക്കുമായിരുന്നു. വേറെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് സിൻസി സായനെ കളിപ്പിച്ച് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ അനീഷേട്ടൻ വന്നപ്പോഴത്തേക്കിനും അനീഷേട്ടനുമായിട്ടും അവിടെ നിന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ സംസാരിച്ച്. അനീഷേട്ടന് വേറെ ഗ്യാങ് ഒന്നും എത്താത്തതുകൊണ്ട് കൂട്ടാവാതെ അങ്ങനെ നിൽക്കുമായിരുന്നു. എന്താ തള്ളു മറിക്കണല്ല സുഞ്ചിച്ചോടൊപ്പം അവിടെ തള്ളു മറിക്കില്ല. സാറില്ല സുഞ്ചേച്ചി എന്തായാലും പറയും സുഞ്ചേച്ചി. യൂട്യൂബിൽ വന്ന യൂട്യൂബില് വന്ന ആശംസകൾ. എന്ത് ബാക്കി രണ്ടുപേരും നീ കാണാണല്ലോ. അപ്പോൾ നമ്മുടെ മെയിൻ 2 ആൾക്കാർ പുറകെ വരുന്നുണ്ട് കേട്ടോ. അവർ പിന്നെ ഇത്തിരി പതിയനേക്കല്ലേ നടന്ന് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ മെല്ലെ മെല്ലെ അവർ രണ്ടുപേരും കൂടെ നടന്ന് വരുമായിരുന്നു. പിന്നെ ഇത് എമി മോള്, സായ മോള് എമി മോളും തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല, എന്തോ 1-2 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവർ ഭയങ്കര കമ്പനിയാണ്. പക്ഷേ അവർക്ക് ഫസ്റ്റ് ടൈം കണ്ട് കഴിയുമ്പോൾ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കിനും അവർ ഭയങ്കരമായിട്ട് അങ്ങ് സെറ്റാവും. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് സുമി ചേച്ചിയുടെ വീട്ടിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ സുമി ചേച്ചി, അതാണ് സുമി ചേച്ചിയുടെ ഫാദർ-ഇൻ-ലോയും മദർ-ഇൻ-ലോയും. അപ്പോൾ ഞങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അച്ഛനോടും അമ്മേനോടും ഒക്കെ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് മെല്ലെയാണ് കേട്ടോ അകത്തേക്ക് കയറിയത്. അച്ഛന് വയ്യാതിരിക്കുന്ന ആളാണ്. പിന്നെ അച്ഛനെ അവർ ഫുഡൊക്കെ കഴിക്കാൻ അങ്ങ് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ വീടിൻ്റെ അകത്തേക്ക് കയറുന്ന ആ ഒരു കർമ്മത്തിലേക്ക് നിർവഹിച്ചു. അത് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് റീൽസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സുമി ചേച്ചിയുടെ വീട്ടിലേക്ക് കയറുകയാണ്. ശരിക്കും ഈ വീടിൻ്റെ
ഒരു ഒട്ടുമിക്ക ഭാഗങ്ങളും ഞങ്ങൾക്ക് ബൈ ഹാർട്ടാണ്. ഇന്നാണ് ശരിക്കും ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ടതെങ്കിലും അങ്ങനെ കാണുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങൾ പറയും. കാരണം ഓരോന്ന് ചെയ്യുമ്പോൾ സുമിച്ചേച്ചി നമ്മളോട് പറയും അതങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, അപ്പോൾ അതങ്ങനെ ചെയ്യട്ടെ, അതിങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് പുതിയതൊക്കെ ആയിട്ട് വെച്ച് മാറുമ്പോഴത്തേക്കിനും അത് നമുക്കുണ്ടാവുന്നൊരു ഫീലിങ്സ് ഭയങ്കര ഡിഫറെൻ്റാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഓഫീസിലല്ലാതെ പുറത്തൊരു ഫംഗ്ഷന് പരിപാടിക്ക് കൂടാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. മൂസി ഇത്രയും നാളായിട്ട് റെസ്റ്റിലായിരുന്നു. അപ്പോൾ മൂസി അടുത്ത ദിവസം മുതൽ റീജോയിൻ ചെയ്യുവാണ് എന്നാണ് പറയുന്നത് നമ്മളോട്. അതിൻ്റെ സന്തോഷമാണ് അവിടെ കാണുന്നത്. സായ എൻ്റെ ഇടയ്ക്ക് കുറുമ്പ് കാട്ടിക്കൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ രണ്ടുപേരും ആദ്യം മാത്രമേ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുള്ളൂ, അതിനുശേഷം ഇവർ ഭയങ്കര സെറ്റാവും, അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സുമി ചേച്ചിയുടെ ഹൗസ് വാമിങ്.